ഹായ് ഗായ്സ്, ന്യൂ ഇയർ ആയിട്ട് എന്തായിരുന്നു പരിപാടി? ഞങ്ങൾ ആലപ്പുഴ ബീച്ചിൽ പോയി കേട്ടോ. അവിടെ കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. ഈ മാനിക്ക് എന്നെ മരണക്കിണർ കയറ്റി. എൻ്റെ പൊന്നും എനിക്ക് പേടിയായിരുന്നു. എന്തൊക്കെയാ ചേട്ടന്മാർ കാണിച്ചതെന്നറിയോ? അവരൊക്കെ ഒന്ന് സമ്മതിക്കണം, ഇല്ല എന്ത് സ്കില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ മഞ്ഞിൻ്റെ സംഭവത്തിൽ കയറി. അത് മറൈൻ വേൾഡിൻ്റെ തുടക്കമായിരുന്നു കേട്ടോ. അവിടെ കുറേ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, രസമുണ്ടായിരുന്നു. പിന്നെ ഈ കടലിൻ്റെ അടിയിൽ കൂടെ പോകുന്ന രസമില്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ മീനൊക്കെ അപ്പോൾ ചോദിക്കും കടലിൻ്റെ അടിയിൽ കൂടെ നീ പോയിട്ടുണ്ടോന്ന്. ഇല്ല, എന്നാലും രസമുണ്ടായിരുന്നു. കുറേ മീനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ അവിടെ ഒരു മത്സ്യകന്യയെ കണ്ടു. എനിക്ക് അതിനെ നോക്കുന്നുണ്ട്, എനിക്ക് ദേഷ്യം വന്നു. അത് ഞങ്ങൾ വലിയൊരു വഴക്കിട്ടിട്ട് അതിനകത്തു നിന്ന് ഇറങ്ങിയത്. പിന്നെ ന്യൂ ഇയർ ആയിട്ടെന്ന് പറഞ്ഞ് പെണങ്ങണ്ടാന്ന് കരുതി അത് വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്നാണെങ്കിൽ ഒരു പഞ്ഞിമിഠായി മേടിച്ചു. അതെൻ്റെ വായി കുടുങ്ങിയതിന് മാനിക്ക് വീണ്ടും ചിരിച്ചു. അപ്പോൾ വീണ്ടും വഴക്കിട്ടു. പിന്നെ അത് വീണ്ടും സോൾവ് ആക്കിയിട്ട് ഇറങ്ങി കേട്ടോ. പിന്നെയും കുറേ റൈഡിലൊക്കെ കയറി, പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ മണ്ണിൽ പോയി കുറച്ച് നേരം ഇരുന്ന്. പിന്നെയാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചു. അതിനകത്തൊരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു. എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എനിക്ക് ഒരുപാട് വഴക്ക് പറഞ്ഞു കേട്ടോ അതിനകത്ത്. പിന്നെ കുറേ ചേട്ടന്മാരിങ്ങനെ ബലൂൺ കെട്ടി കോട്ടി വിടുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നല്ല രസമായിട്ട് തോന്നി. പിന്നെ എന്തൊക്കെയോ കഴിച്ചു, എന്തൊക്കെയാണെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല. അതിൻ്റെ എല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ 12 മണിയായപ്പോൾ എല്ലാവരും ബലൂൺ വിട്ടു. നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഈ ബലൂണൊക്കെ എവിടെ പറന്നു പോകുന്നത് അല്ലേ, എത്ര ബലൂണാണ് പോകുന്നതെല്ലാം കൂടെ. പിന്നെ അത് കഴിഞ്ഞ് കുറേ ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ അടുത്തൊക്കെ കാണും. ഈ ഫയർ വർക്ക്സ് അടുത്ത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഭവങ്ങളൊക്കെ. പിന്നെ ഞങ്ങളുടെ ആദ്യത്തെ മിനി വ്ളോഗ്, അതിൻ്റേതായ പരിമിതികളും കാര്യങ്ങളൊക്കെ കാണും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനകത്തൊന്നും അറിയത്തില്ല കേട്ടോ, എന്തോ പറയണ്ടേന്ന് പോലും അറിയത്തില്ല. ഞാൻ ഇപ്പോൾ കുറേ പറഞ്ഞെന്ന് തോന്നുന്നില്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.